ഹലോ എവരിവൺ, യു ആർ വാച്ചിങ് ജസ്റ്റ് ബീങ് മനീഷ. ഞാനാണ് മനീഷ. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ്? ഓണമൊക്കെ വരെയല്ലേ, ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ടായോ, എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എന്നും കൂടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ഒരു വ്ളോഗ് ഉണ്ടല്ലോ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു വ്ളോഗല്ല ഞാൻ ചെയ്യും എന്ന്. കാരണം ഇന്നലെ ഞാനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പെർഫ്യൂം ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസിൻ്റെ നമുക്കൊരു കളക്ഷൻസ് കാണിച്ച് തന്നൂടാന്ന് എനിക്ക് തോന്നി. സോ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് പ്ലാൻ ചെയ്ത ഒരു എൻ്റെ പെർഫ്യൂം കളക്ഷൻസാണ്. സോ ആദ്യം തന്നെ പറയാം, എനിക്ക് പെർഫ്യൂംസിനെ പറ്റി ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും അറിവൊന്നും എനിക്കില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂം കളക്ഷൻസ് ഏതാണെന്ന് നമുക്ക് കണ്ടാലോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് പെർഫ്യൂം. ഞാനിത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തിരിയേ ഉള്ളൂ ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഈ പെർഫ്യൂമാണ് 1 million ബൈ പാക്കോ റാബിൻ്റെ ലേഡി റോയൽ എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഒരു എക്സ്പെൻസീവ് പെർഫ്യൂമിൽ ഫസ്റ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിയൊരു പെർഫ്യൂമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലോറൽ സെൻറ്റാണ്, ഒരു ഫ്ലോറൽ ഫ്രൂട്ടി സെൻറ്റാണ് ഈ ഒരു പെർഫ്യൂമിന്. ലൈക്ക് ഒരു 6 to 8 hours ഇത് ലാസ്റ്റ് ചെയ്യും. നിങ്ങളൊരു ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോയ്സാണ്. സീരിയസ്ലി ഗൈസ്, അടിപൊളി പെർഫ്യൂമാണ്. ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൺലൈൻ ഇത് നമുക്ക് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മിന്ത്രയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നൈക്കയിലുണ്ട്. സോ ഉണ്ടോ, ഞാൻ യൂസ് ചെയ്തണ്ട ഇത്രയേ ഉള്ളൂ ഇനി. യെസ്, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത്രയും പെർഫ്യൂംസിലെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പെർഫ്യൂം കൂടിയാണ്. യെസ്, അടുത്ത പെർഫ്യൂം സെയിം പാക്കോ റാബിൻ്റെ ലേഡി ഫാബുലസ് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് വരുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇതും നേരത്തെ ഞാൻ ഫസ്റ്റ് ടൈം മറ്റേ പാക്കോ റാബിൻ്റെ ലേഡി റോയൽ മേടിച്ചപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഇനിയും പാക്കോ റാബിൻ്റെ കുറച്ച് കളക്ഷൻസ് വേണം എന്നാഗ്രഹിച്ച് ഞാൻ മേടിച്ചതാണ് ഇതും ലൈക്ക് ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ലൈക്ക് ഒരു 6 to 8 hours ഇത് ലാസ്റ്റ് ചെയ്യും. സത്യം പറയാമല്ലോ, ഇതെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വെഡ്ഡിങ്സിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും കോംപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അത്രയ്ക്കും നല്ലൊരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. എനിക്കൊന്ന് അത്യാവശ്യം ഈ പെർഫ്യൂം കളക്ഷൻസൊക്കെ ഉള്ളവർക്ക് അവരുടെ ലിസ്റ്റിൽ വരുന്ന ഒരു പെർഫ്യൂം കൂടിയാണ് ഈ പാക്കോ റാബിൻ്റെ പെർഫ്യൂംസ്. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു പോപ്പുലർ യൂണിവേഴ്സൽ സെൻറ്റ് ആണെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇത് അടിപൊളിയാണ്. ഇതെന്തായാലും ഉള്ളവർക്കറിയാം, സൂപ്പർ. ഇതെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കില്ല. അതേപോലത്തെ നല്ലൊരു ഔട്ട് തരുന്നൊരു പെർഫ്യൂമാണ്. ഇതെനിക്കൊന്ന് നൈക്കയിൽ അവൈലബിൾ ആണ്. യെസ്, നൈക്കയിലുണ്ട്. നെക്സ്റ്റ് വൺ, ഞാനാണെങ്കിൽ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ നിൽക്കാൻ നേരത്ത് അവിടെ വെച്ച് കണ്ട് ഒരു അട്രാക്ഷൻ തോന്നി എടുത്തൊരു പെർഫ്യൂമാണ്. അതും ഇതേപോലത്തെ പാക്കോ റാബിൻ്റെ ഫെയിം എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞൊരു ഫ്രൂട്ടി ഫ്ലോറൽ സെൻറ്റാണ് ഇതിന് വരുന്നത്. ലാസ്റ്റിംഗ് ലൈക്ക് ഒരു 6 to 7 hours ലാസ്റ്റിംഗ് വരാറുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രണ്ട്സായിട്ടൊരു കാഷ്വലായിട്ടൊരു ഔട്ടിങ്ങോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത്. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്, റോബോട്ട് പോലെ ഉണ്ടല്ലേ. യെസ്, അപ്പോൾ ഇതാണ് ആ പെർഫ്യൂം. ഞാൻ ഇനി കാണിക്കുന്ന പെർഫ്യൂം ഉണ്ടല്ലോ, അതിന് ഞാൻ എങ്ങനെ പറയണം എന്നെനിക്കറിയത്തില്ല. കാരണം ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളൊരു പെർഫ്യൂമും കൂടിയാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. യെസ്, YSLൻ്റെ ലിബ്രെ ഇൻറ്റൻസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. കാരണം ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്ര നാളായെന്ന് പറയും, അത്യാവശ്യം നല്ലതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പെർഫ്യൂം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോറൽ അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഈ പെർഫ്യൂം. ലൈക്ക് 8 to 12 hours നമുക്കിത് ലാസ്റ്റ് ചെയ്യും. സത്യം പറയല്ലോ, ഈ ഒരു പെർഫ്യൂം മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയുള്ളൂ. നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻസ്, നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒക്കേഷൻസൊക്കെ വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പെർഫ്യൂമാണ്.
സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഈ ഒരു പെർഫ്യൂം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ ഈ പറയുന്നതിൽ ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ കയ്യിൽ വന്നൊരു പെർഫ്യൂമും കൂടിയാണ്. യെസ്, ഉണ്ടോ. അടുത്ത പെർഫ്യൂം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കാൽവിൻ്റെ ഇറ്റേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇത് ലൈക്ക് നമുക്കെന്താ പറയുക, ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. 4 to 5 hours ലാസ്റ്റ് ചെയ്യും. പക്ഷെ നല്ല സെൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റാണ്. അപ്പോൾ ലൈക്ക് നമുക്കിതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡേ ഔട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇനി കാണിക്കുന്ന പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ജാഗ്വറിൻ്റെ പെർഫ്യൂമാണ്. ഇത് മെൻസിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. ഇതെനിക്ക് ഇത്രയും ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാൻ വേണ്ടി പറയുന്നത്, ഇത് എന്താണ്, എനിക്ക് ഭയങ്കര നോസ്റ്റ ഒരു പെർഫ്യൂം കൂടിയാണ്. ഞാൻ കുഞ്ഞായിരുന്ന സമയം തൊട്ട് എൻ്റെ പപ്പ ഖത്തറിലായിരുന്നു വർക്കിങ്. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം വരെ എൻ്റെ പപ്പ സ്ഥിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പപ്പ കൊണ്ടുവന്ന് റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പെർഫ്യൂമായിരുന്നു ജാഗ്വറിൻ്റെ പെർഫ്യൂമും പിന്നെ അതേപോലെ ബ്രൂട്ട് എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ടല്ലോ. ഈ 2 പെർഫ്യൂംസ് ആയിരുന്നു നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടായിരുന്നത്. സോ ഈ സത്യം പറഞ്ഞാൽ അതിന് ശേഷം പപ്പ പോയതിന് ശേഷം ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ പെർഫ്യൂം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മണം കിട്ടിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു ഓർമ്മകളായിരുന്നു എനിക്ക് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ താങ്ക് യു സോ മച്ച് എനിക്കൊരു പെർഫ്യൂം തന്നതിൽ. ഇനി ഞാൻ കാണിക്കുന്ന പെർഫ്യൂം ഒരുപാട് പെൺകുട്ടികളുടെ ഒരുപാട് ആഗ്രഹമുള്ള ഒരു പെർഫ്യൂം കൂടിയാണ്. അത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ മേടിച്ചൊരു പെർഫ്യൂമാണ് ബാത്ത് ആൻഡ് ബോഡിയുടെ യു ആർ ദ വൺ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂമിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി മണമാണ്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് വരുന്നത് ഒരു ഫ്ലോറൽ മിസ്റ്റാണ്. ലാസ്റ്റിംഗ് ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. ഇത് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ലൈക്ക് ഒരു 2000 ആണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. എനിക്ക് എന്തൊരു സെയിലിന് ഞാൻ 999 ഞാൻ മേടിച്ച ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. ഈ ഒരു പെർഫ്യൂം ഈ പറഞ്ഞ ഞാനും ഒരുപാട് ആഗ്രഹിച്ച് എനിക്കിത് മേടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഈ പെർഫ്യൂം ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെർഫ്യൂമിൽ ഈ 2000 rupees ആണെങ്കിലും അതിനുള്ള ഔട്ട് ഈ പെർഫ്യൂമിനില്ല. പക്ഷേ ഇത് അടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര അടിപൊളി സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഒരു സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലാസ്റ്റിങ് കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ദൈവം ഇത്രയും എനിക്ക് 1000 rupeesനൊക്കെ 999 കിട്ടിയെങ്കിലും അതും ഒരു പ്രൈസ് അല്ലേ. അപ്പോൾ പക്ഷെ അത്രയും ലാസ്റ്റിംഗ് ഇല്ലല്ലോ, ഈ പറഞ്ഞ അത്രയും ഔട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സമയത്തൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ ബോഡി വാഷ് അതേപോലെ ബോഡി ലോഷൻ ബാത്ത് ആൻഡ് ബോഡിയുടെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ബോഡി വാഷും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോഴുണ്ടല്ലോ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നല്ല അടിപൊളി ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ യൂസ് ചെയ്യണം. നിങ്ങളൊരു ബോഡി വാഷും ബാത്ത് ആൻഡ് ബോഡിയുടെ അതേപോലെ ബോഡി ലോഷനും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫ്രേഗ്രൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതൊന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇത് ക്യാരി ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കണം, അതേ നടക്കുള്ളൂ. പക്ഷെ അല്ലാതെ നിങ്ങളൊന്ന് നോക്ക്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നും കൂടി നിങ്ങൾ യൂസ് ചെയ്തിട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷേ ഇതും കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഇത്. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ പെർഫ്യൂം ഉണ്ടല്ലോ, ഇത് എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ ഇടയായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇബാദയുടെ പെർഫ്യൂമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സെൻറ്റാണ് ഇത്. ഇത് വരുന്നത് ഫോറസ്റ്റ് ഫ്രൻസി എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ലൈക്ക് ഒരു വുഡി അരോമാറ്റിക് ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂം. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഓയിൽ കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ഒരു പെർഫ്യൂം കൂടിയാണ് ഇബാദയുടെ. നല്ല അടിപൊളി ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂം കൂടിയാണ്. ഇത് ഞാൻ വാങ്ങി എനിക്കിത് ഇഷ്ടപ്പെട്ട്
ഇതിൻ്റെ ആക്ച്വലി ഞാൻ മേടിക്കുന്നത് ഇതിൻ്റെ വലുതായിരുന്നു ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എന്തോ ഒരു ഓഫറിന് വലുത് മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു മിനിയും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സെക്കൻഡ് ടൈം റീസ്റ്റോക്ക് ചെയ്തതാണ് മിനി. ഇതെനിക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിനി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇബാദിയുടെ എനിക്ക് വേറൊരു ഫ്രേഗ്രൻസും കൂടെ എനിക്ക് നോക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇബാദിയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഒരാളെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും ലൈക്ക് ഏതാണ് പെർഫ്യൂം. അതേപോലത്തെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിന്. അതേപോലെ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. സോ ഈ ഒരു പെർഫ്യൂം മസ്റ്റ് ഹാവ് എന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പെർഫ്യൂം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ചെയ്തു. അന്നേരം ആലോചിച്ചു അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ് വെച്ചിട്ട് ഞാനൊരു എൻ്റെ ഫേവറേറ്റ് ആണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന പെർഫ്യൂംസൊക്കെ. സോ ഞാൻ ആലോചിച്ചു അതൊക്കെ വെച്ചിട്ട് ഞാനൊരു കളക്ഷൻസ് ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇത്, എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈയിടെ ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കർക്കിടം ബേസ് ആയിട്ടുള്ള ആയുർവേദ ചികിത്സയുടെ. അതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.